ഹലോ ഹായ് ഫ്രണ്ട്സ്. പുതിയൊരു റിവ്യൂ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2020 മുതൽ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ച മിസ്മാച്ച്ഡ് എന്ന് പറയുന്ന ഒരു സീരീസിനെ കുറിച്ചാണ്. ഈ സീരീസ് എന്ന് പറയുന്നത് 2017 പുറത്തിറങ്ങിയ വെൻ ഡിംപിൾ മെറ്റ് ഋഷി എന്ന സന്ധ്യ മേനോൻ നോവലിനെ ആസ്പദമാക്കിയാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഈ സീരീസിൽ 3 സീസണുകളിലായി 22 എപ്പിസോഡ്സ് ആണ് റിലീസ് ആയിട്ടുള്ളത്. ഇനി ഒട്ടും തന്നെ ലാഗടിക്കാതെ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് കിടക്കാം. ഈ സീരീസിന്റെ പ്ലോട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ടെക്കിൽ വളരെ അംബീഷ്യസ് ആയ ഡിംപിൾ അഹൂജ എന്ന ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റിനെ കാണിച്ചുകൊണ്ടാണ് ഈ സീരീസ് തുടങ്ങുന്നത്. ഡിംപിളിന്റെ പാരന്റ്സിന് ഡിംപിൾ ടെക്കിൽ കരിയർ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ ഒരു കല്യാണം കഴിക്കണം എന്ന ഒരു സ്റ്റീരിയോ ടൈപ്പ് ചിന്താഗതിയുള്ളവരാണ്. അതിന്റെ ഭാഗമായി അവർ ഡിംപിളിന്റെ ഫോട്ടോ ഒരു മാട്രിമോണിയിൽ ഇടുന്നു. മാട്രിമോണിയിൽ ഈ ഫോട്ടോ കണ്ട കഥാനായകനായ ഋഷി ഷികാവത്ത് എന്ന ക്യാരക്ടർ അഹൂജ പങ്കെടുക്കുന്ന ടെക് എന്റർപ്രണർ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നതും തുടർന്ന് നടക്കുന്ന ഒരു റൊമാൻറ്റിക് ട്രാക്കും ഒക്കെയാണ് ഈ സീരീസിന്റെ ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറയാൻ പറ്റുന്നത്. ഈ സീരീസിന്റെ ആദ്യത്തെ സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ അതാണ് കമ്പാരിറ്റീവ്ലി മറ്റ് സീസണുകളിലെ അപേക്ഷിച്ച് ബെറ്റർ സീസൺ എന്ന് പറയാൻ പറ്റുന്നത്. പക്ഷേ ഈ സീസണുള്ള ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് സ്റ്റോറീസ് അവർ ആഡ് ചെയ്തു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാതെയാണ് അവർ അടുത്ത സ്റ്റോറിയിലോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ക്യാരക്ടേഴ്സിനും അവർക്കൊരു ഡെപ്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഈ സീസണിൽ നേരിട്ട വലിയ പ്രോബ്ലം. പിന്നെ പല ജെൻസി എലമെന്റ്സും ഈ സീരീസിൽ ഭയങ്കര ഫോഴ്സ്ഡ് ആൻഡ് ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സീസൺ 2ലേക്ക് നോക്കുമ്പോൾ അവർ കുറച്ചുകൂടെ പേസ് എടുത്താണ് ഓരോ സ്റ്റോറിയും പറഞ്ഞു പോകുന്നത്. ബട്ട് ഇവര് ആ സ്റ്റോറി തന്നെ ഒരു റബ്ബർ ബാൻഡ് എന്ന രീതിയിൽ വലിച്ചു നീട്ടിയാണ് കഥ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സീസൺ 2 അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ബോറടിച്ചു. ആകെ ഇതിന്റെ ഒരു ഫൈനൽ 4 എപ്പിസോഡ് അത്യാവശ്യം അവർക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റി എന്നാണ് എനിക്ക് തോന്നിയത്. ബട്ട് സീസൺ 3 നല്ലൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ സീസൺ 3 ഈ സീരീസിന്റെ ക്വാളിറ്റി ഒരു വെബ് സീരീസിൽ നിന്നൊരു വലിയ മോഡേൺ സീരിയൽ എന്ന രീതിയിൽ ആണ് എനിക്ക് തോന്നിയത്. മേ ബി ഇനി ഫ്യൂച്ചറിൽ വരുന്ന ഒരു സീരിയലൊക്കെ ഈ ഒരു പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ടീൻ റൊമാൻറ്റിക് ഡ്രാമ സീരീസുകളെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് മേ ബി ഇതൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്കൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണുള്ളത്. ഇതിൽ ഒരുപാട് ക്രിഞ്ചുനെസ്സും അതോടുകൂടി തന്നെ ഫിലോസഫിയൊക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് മാറ്റി നിർത്താം. ബട്ട് ഇത് കഥ പറയുന്നത് ഭയങ്കര ആർട്ടിഫിഷ്യലും ഇനോർഗാനിക്കുമാണ്. അതോടുകൂടി തന്നെ ഇതിന്റെ റൈറ്റിംഗ് നല്ല രീതിയിൽ മോശമാണ്. ആകെ ഇതിന്റെ പോസിറ്റീവ് എന്ന് പറയാൻ പറ്റുന്നത് ഇതിന്റെ വിഷ്വൽസ് ആണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ അവർക്ക് ഒരു ടീൻ റൊമാൻറ്റിക് ഡ്രാമയ്ക്ക് വേണ്ട വിഷ്വൽസ് അവർക്ക് ഈ സീരീസിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടുകൂടി തന്നെ ഇതിൽ ഒരുപാട് നല്ല സൈഡ് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അവർക്കൊന്നും ഒരു സ്ക്രീൻ സ്പേസ് ഈ സീരീസിന് നൽകാൻ സാധിച്ചില്ല എന്നാണ് ഇത് ഓവറോൾ എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. ഞാൻ ഫൈനലി ഈ സീരീസിന് ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 3 out of 10. നിങ്ങളുടെ റിവ്യൂവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. That was the video, guys.